നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിലേക്ക്. നാളെ 2026 ജൂലൈ മാസം 25-ാം തീയതി ശനിയാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: രാജ്യത്തെ പിടിച്ചുകുലുക്കിയ ചോദ്യപേപ്പർ ചോർച്ച കേസുകളിൽ ഉൾപ്പെട്ട പ്രധാന കുറ്റവാളികൾക്കെതിരെ ദാക്ഷിണ്യമില്ലാതെ കടുത്ത ശിക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പുതിയ നിയമം കൊണ്ടുവരുന്നു. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെയും കുടുംബങ്ങളുടെയും ആശങ്കകൾക്ക് പരിഹാരമായി വരും ആഴ്ചയിൽ പാർലമെന്റിൽ അതിശക്തമായ ബിൽ അവതരിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. വ്യാഴാഴ്ച രാത്രി വൈകി പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലൂടെയാണ് അദ്ദേഹം ഈ നിർണായക പ്രഖ്യാപനം നടത്തിയത്. പരീക്ഷാ തട്ടിപ്പുകൾക്കെതിരെ ഒരു ദിവസത്തിനിടെ പ്രധാനമന്ത്രി നടത്തുന്ന രണ്ടാമത്തെ പ്രതികരണമാണിത്. പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസുകൾ നീട്ടിക്കൊണ്ടുപോകാതെ അതിവേഗം വിചാരണ പൂർത്തിയാക്കാൻ പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്ന് ഡൽഹി ഹൈക്കോടതി പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് തൊട്ടുപിന്നാലെയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ പ്രധാനമന്ത്രിയുടെ വീഡിയോ സന്ദേശം പുറത്തുവന്നിരിക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ച കേവലം ഒരു സാങ്കേതിക വീഴ്ചയല്ലെന്നും തികച്ചും ഗൗരവമുള്ള വിഷയമാണെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. രാജ്യത്തിന്റെ ഭാവിയായ വിദ്യാർത്ഥികളുടെയും അവരുടെ മാതാപിതാക്കളുടെയും കഠിനാധ്വാനവും പ്രതീക്ഷകളും തകർക്കുന്ന പ്രവൃത്തിയാണിത്. കഴിഞ്ഞ 2.5 മാസത്തിനിടെ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തെ അതീവ ഗൗരവത്തോടെയാണ് കണ്ടതെന്നും കുറ്റമറ്റ അന്വേഷണം നടത്തി ആവശ്യമായ കർശന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും കുറ്റവാളികൾക്കെതിരെ തടസ്സങ്ങളില്ലാതെ നിയമ നടപടി സ്വീകരിക്കുന്നതിനുമുള്ള ബില്ലിന്റെ രൂപരേഖ അംഗീകരിക്കാൻ കേന്ദ്രമന്ത്രിസഭാ യോഗം ചേരുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്ത് പ്രിയദർശിനി സൗജന്യ യാത്രയ്ക്ക് പുറമെ പ്രിയദർശിനി വായ്പാ പദ്ധതിയും നടപ്പിലാക്കാൻ സർക്കാർ ഒരുങ്ങുകയാണ്. പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന വനിതകൾക്കായി പലിശരഹിത വായ്പാ പദ്ധതി ആരംഭിക്കാനാണ് സർക്കാർ പദ്ധതിയിടുന്നത്. പിന്നോക്ക വിഭാഗത്തിലെ വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനും ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കാനുമാണ് ഈ വായ്പ ലഭ്യമാക്കുന്നതെന്ന് മന്ത്രി കെ എ തുളസി വ്യക്തമാക്കി. പിന്നോക്ക വികസന കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് സ്വയം പര്യാപ്തത കൈവരിക്കാൻ സാധിക്കുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി സമഗ്ര 2026 എന്ന പേരിലാണ് ഈ പദ്ധതി ആവിഷ്കരിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പിന്റെ കീഴിൽ 31 കർമ്മ പദ്ധതികളാണ് 100 ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ആവിഷ്കരിച്ചിട്ടുള്ള സമഗ്ര 2026 പദ്ധതിയിൽ ഏറ്റവും അടിയന്തരമായി 16,000-ഓളം ഗുണഭോക്താക്കൾക്ക് സഹായം എത്തിക്കുകയാണ് ലക്ഷ്യം. 100 ദിവസത്തിനുള്ളിൽ 200 കോടി രൂപയുടെ വായ്പാ വിതരണമാണ് കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഒന്നാം ഘട്ടമായി വരും ദിവസം നടക്കുന്ന ചടങ്ങിൽ വെച്ച് തന്നെ പകുതിയോളം തുക, അതായത് 100 കോടി രൂപ വായ്പയായി വിതരണം ചെയ്യും. ഇതിന്റെ രണ്ടാം ഘട്ടം സെപ്റ്റംബർ മാസത്തിൽ പാലക്കാട് വെച്ച് നടക്കുമെന്നും മന്ത്രി അറിയിച്ചു. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ചുള്ള മറ്റൊരു പദ്ധതിയാണ് കൃഷി സഖി. ഗ്രാമീണ മേഖലയിലെ വനിതാ കർഷകരെ ശാക്തീകരിക്കാനും കൃഷിരീതികളിൽ പരിശീലനം നൽകാനും ലക്ഷ്യമിട്ട് സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണിത്. കൃഷി അനുബന്ധ സേവനങ്ങൾ നൽകുന്നതിലൂടെ വനിതാ കർഷകർക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുകയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഗ്രാമീണ വനിതകൾക്ക് കാർഷിക പ്രവർത്തനങ്ങളിലും ശാസ്ത്രീയ കൃഷിരീതികളിലും വിദഗ്ധ പരിശീലനം ഇതിലൂടെ നൽകി വരുന്നു. കൂടാതെ വിളനാശം സംഭവിക്കുമ്പോൾ കൃഷിക്കാർക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്ന വിള ഇൻഷുറൻസ് പദ്ധതികളെക്കുറിച്ച് കർഷകരിൽ അവബോധം സൃഷ്ടിക്കാനും സുസ്ഥിരമായ കൃഷിയിലൂടെ ഗ്രാമീണ ജനങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാനും ഈ പദ്ധതി സഹായിക്കുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: എല്ലാ ഗ്യാസ് ഏജൻസികളുടെയും നേതൃത്വത്തിൽ വീടുകളിൽ നേരിട്ടെത്തിയുള്ള നിർബന്ധിത LPG സുരക്ഷാ പരിശോധന അഥവാ LPG മാൻഡറ്ററി ഇൻസ്പെക്ഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ഗ്യാസ് കണക്ഷനുള്ള എല്ലാ ഉപഭോക്താക്കൾക്കും നിയമപരമായി തന്നെ ഈ പരിശോധന നിർബന്ധമാക്കിയിട്ടുള്ളതിനാൽ പരിശോധനയ്ക്കായി എത്തുന്ന ഉദ്യോഗസ്ഥരെ നിങ്ങളുടെ ഗ്യാസ് കണക്ഷൻ പാസ്ബുക്കും റേഷൻ കാർഡും കാണിക്കേണ്ടതുണ്ട്. ഭാരത് ഗ്യാസ് ഉപഭോക്താക്കൾക്ക് ഈ ഇൻസ്പെക്ഷന് ആകെ 236 രൂപയാണ് ഫീസ് വരുന്നത്. ഇതിൽ 200 രൂപ ഇൻസ്പെക്ഷൻ ചാർജും 18% GST ആയ 36 രൂപയും ഉൾപ്പെടുന്നു. പരിശോധനയ്ക്ക് ശേഷം സിലിണ്ടർ വെച്ചിരിക്കുന്ന രീതി, ഗ്യാസ് സ്റ്റൗവിന്റെ ISI മാർക്ക് തുടങ്ങിയ സുരക്ഷാ മാനദണ്ഡങ്ങൾ രേഖപ്പെടുത്തിയ ഇൻസ്പെക്ഷൻ റിപ്പോർട്ടും അടച്ച തുകയ്ക്കുള്ള ഔദ്യോഗിക രസീതും ഏജൻസിയിൽ നിന്നും ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നതാണ്. ഈ പരിശോധനയ്ക്കിടയിൽ നിങ്ങളുടെ വീട്ടിലെ ഗ്യാസ് ട്യൂബിന്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ സാധാരണ പഴയ റബ്ബർ ട്യൂബാണ് ഉപയോഗിക്കുന്നതെങ്കിലോ അത് മാറ്റി പകരം ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ശുപാർശ ചെയ്യുന്ന സുരക്ഷാ ട്യൂബ് നിർബന്ധമായും സ്ഥാപിക്കേണ്ടതുണ്ട്. 1.5 മീറ്റർ നീളമുള്ള ഈ സുരക്ഷാ ട്യൂബിന് GST ഉൾപ്പെടെ 190 രൂപയാണ് അധികമായി ഈടാക്കുന്നത്.
റെഗുലേറ്ററോ പൈപ്പോ മാറ്റേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള തുക ഇൻസ്പെക്ഷൻ ഫീസിന് പുറമെ നൽകേണ്ടി വരുമെങ്കിലും ട്യൂബ് മാറ്റേണ്ടതില്ലാത്ത സാഹചര്യങ്ങളിൽ പരിശോധനാ ഫീസായ 236 രൂപ മാത്രം നൽകിയാൽ മതിയാകും. ഇതോടൊപ്പം ഗ്യാസ് ബുക്കിംഗിനായി ഭാരത് ഗ്യാസ് നൽകുന്ന ഔദ്യോഗിക നമ്പറുകളും ഈ നോട്ടീസിൽ വ്യക്തമാക്കുന്നുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്കും വിവിധ ക്ഷേമ ബോർഡ് പെൻഷനുകൾക്കുമായി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്വാസമായി പെൻഷൻ വിതരണം ഇന്ന്, അതായത് ജൂലൈ 24 വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. ഇതിനായി സംസ്ഥാന ധനവകുപ്പ് ആകെ 1095 കോടി രൂപയുടെ ഭീമമായ തുകയാണ് വകയിരുത്തിയിരിക്കുന്നത്. സർക്കാർ വെബ്സൈറ്റിൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവ് ഇതിനോടകം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ കൃത്യമായ വിവരങ്ങളിലേക്ക് കടന്നാൽ സംസ്ഥാനത്തെ 51 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് 2026 ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുന്നതിനായി മാത്രം 941 കോടി രൂപയോളമാണ് ധനവകുപ്പ് നേരിട്ട് അനുവദിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ എന്നീ 3 പ്രധാന പദ്ധതികൾക്ക് കീഴിൽ പെൻഷൻ കൈപ്പറ്റുന്ന സംസ്ഥാനത്തെ 8 ലക്ഷത്തിനു മുകളിലുള്ള ഗുണഭോക്താക്കൾക്കായി കേന്ദ്ര സർക്കാരിന്റെ NSAP പദ്ധതി വഴിയുള്ള വിഹിതം നൽകുന്നതിനായി 24 കോടിയോളം രൂപ കൂടി സംസ്ഥാന സർക്കാർ മുൻകൂറായി നീക്കിവച്ചിട്ടുണ്ട്. കേന്ദ്രത്തിൽ നിന്നുള്ള ഈ സാമ്പത്തിക വിഹിതം തുടർച്ചയായി വൈകുന്ന സാഹചര്യത്തിൽ പാവപ്പെട്ടവരുടെ പെൻഷൻ മുടങ്ങാതിരിക്കാൻ സംസ്ഥാന സർക്കാർ തനത് ഫണ്ടിൽ നിന്ന് ഈ തുക കൂടി മുൻകൂറായി അനുവദിക്കുകയാണ് പതിവ് രീതി. എന്നാൽ കേന്ദ്ര വിഹിതം നേരിട്ട് പെൻഷനൊപ്പം ഉടൻ വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് സാങ്കേതികമായി തടസ്സമുള്ളതിനാൽ പ്രധാന പെൻഷൻ തുക വിതരണം ചെയ്ത് ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ബാക്കിയുള്ള കേന്ദ്ര വിഹിത തുകകളായ 200, 300, 500 രൂപ തുടങ്ങിയവ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്തിച്ചേരുക. പെൻഷൻ വിതരണം ഇന്ന് വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ട് വഴി പെൻഷൻ കൈപ്പറ്റുന്ന 26 ലക്ഷത്തോളം ആളുകൾക്ക് വൈകുന്നേരത്തോടെ തുക അക്കൗണ്ടുകളിൽ ക്രെഡിറ്റായി തുടങ്ങും. സർക്കാരിന്റെ പ്രത്യേക ഫണ്ട് ഉപയോഗിച്ച് വിവിധ ക്ഷേമ ബോർഡ് ഗുണഭോക്താക്കൾക്കുള്ള പെൻഷനും ഇതിനോടൊപ്പം തന്നെ ലഭ്യമാക്കിയിട്ടുണ്ട്. ഉത്തരവ് പ്രകാരം ജൂലൈ 24 ആരംഭിക്കുന്ന ഈ പെൻഷൻ വിതരണ പ്രക്രിയ ഓഗസ്റ്റ് 3 പൂർണ്ണമായും പൂർത്തിയാക്കേണ്ടതുണ്ട്. ഏതെങ്കിലും കാരണവശാൽ വിതരണം ചെയ്യാൻ സാധിക്കാത്ത തുകയുണ്ടെങ്കിൽ അത് ഓഗസ്റ്റ് 17 തിരുവനന്തപുരത്തുള്ള കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിന്റെ അക്കൗണ്ടിലേക്ക് കൃത്യമായി തിരിച്ചടയ്ക്കണമെന്നും ബാങ്കുകൾക്കും ട്രഷറികൾക്കും കർശന നിർദ്ദേശമുണ്ട്. ബാങ്ക് അക്കൗണ്ടുകൾ വഴി വ്യക്തിഗത യോഗ്യതയനുസരിച്ച് 1500, 1700, 1800, 2000 രൂപ എന്നിങ്ങനെ വെവ്വേറെ തുകകളാണ് ആളുകളിലേക്ക് എത്തുന്നത്. ഇതിൽ 2000 രൂപ പൂർണ്ണമായും ലഭിക്കാത്തവർക്ക് മുന്നേ സൂചിപ്പിച്ച കേന്ദ്ര വിഹിതം വരും ദിവസങ്ങളിൽ പരമാവധി ഒരാഴ്ചയ്ക്കുള്ളിൽ അക്കൗണ്ടുകളിൽ എത്തുന്നതായിരിക്കും. അതേസമയം സഹകരണ സംഘങ്ങൾ വഴി വീടുകളിൽ നേരിട്ട് പെൻഷൻ എത്തിച്ചു നൽകുന്ന പരമ്പരാഗത രീതി വരുന്ന തിങ്കളാഴ്ച ജൂലൈ 27 മുതലായിരിക്കും ആരംഭിക്കുക. ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ 4ാം ശനിയാഴ്ചയും ഞായറാഴ്ചയും വരുന്നതിനാൽ ട്രഷറി വഴി തുക ലഭ്യമാക്കാൻ കാലതാമസം നേരിടും. അതിനാൽ തിങ്കളാഴ്ച രാവിലെ ട്രഷറി പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ പണം ലഭിക്കുകയും തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഏജന്റുമാർ വഴി വീടുകളിലെ പെൻഷൻ വിതരണം പൂർണ്ണമായും പൂർത്തിയാകുകയും ചെയ്യും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ഓണത്തോടനുബന്ധിച്ച് സാധാരണക്കാർക്കായി വലിയ ആനുകൂല്യങ്ങളും സഹായങ്ങളുമാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓഗസ്റ്റ് മാസത്തിൽ റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കാൻ പോകുന്ന ആനുകൂല്യങ്ങളാണ്. ഇതിൽ മഞ്ഞക്കാർഡ് ഉടമകൾക്ക് ഇത്തവണ സൗജന്യ ഓണക്കിറ്റ് ലഭ്യമാകും. ഇതിനായി 56 കോടി രൂപയാണ് സർക്കാർ മാറ്റിവെച്ചിട്ടുള്ളത്. പിങ്ക് കാർഡ് ഉടമകൾക്ക് നിലവിലുള്ള റേഷൻ വിഹിതം കൃത്യമായി ലഭിക്കുമ്പോൾ നീല, വെള്ള കാർഡ് ഉടമകൾക്ക് ഓണത്തോടനുബന്ധിച്ച് കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ 10 കിലോ വരെ സ്പെഷ്യൽ അരിയും ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ ഓണച്ചന്തകൾ സജ്ജമാക്കുന്നതിനും വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനുമായി ധനവകുപ്പ് 200 കോടി രൂപ ഭക്ഷ്യവകുപ്പിന് അനുവദിച്ചിട്ടുണ്ട്. ഇതിലൂടെ എല്ലാത്തരം റേഷൻ കാർഡ് ഉടമകൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന രീതിയിൽ പണം കൊടുത്ത് വാങ്ങാവുന്ന 3 തരം ഓണക്കിറ്റുകളാണ് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്നത്. 250 മുതൽ 300 രൂപ വരെ വിലയുള്ള കിറ്റ്, 500 രൂപയുടെ കിറ്റ്, 1000 രൂപയുടെ കിറ്റ് എന്നിവയാണവ. ഈ കിറ്റുകളുടെ വിലയേക്കാൾ കൂടുതൽ മൂല്യമുള്ള സാധനങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കും എന്നതും പ്രത്യേകതയാണ്. ഇതോടൊപ്പം ഓണം ബമ്പർ ടിക്കറ്റ് വിൽപ്പനയും ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഒന്നാം സമ്മാന തുകയിൽ 5 കോടി രൂപയുടെ വർധനവ് വരുത്തിയിട്ടുണ്ടെങ്കിലും ടിക്കറ്റ് വിലയിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. മാത്രമല്ല, സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കുമായി 2% DA, DR കുടിശ്ശിക വിതരണം ചെയ്യുന്നതിനൊപ്പം അർഹരായവർക്കുള്ള ഓണം ബോണസും ഉത്സവ അലവൻസും ഇതോടൊപ്പം തന്നെ ലഭ്യമാക്കുന്നതാണ്. ഏറ്റവും അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. 2026 ജൂലൈ 24 വെള്ളിയാഴ്ച 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 170 രൂപ കുറഞ്ഞ് 13,230 രൂപയും പവന് 1,360 രൂപ കുറഞ്ഞ് 1,05,840 രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത്. ഡെയിലി ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും നിങ്ങൾ വാർത്തകൾ ഷെയർ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക.